ഹലോ ഫ്രണ്ട്സ്, നമ്മളിതേ പള്ളിയിൽ പോവുകയാണ്. ഇന്ന് പള്ളി പോണത് എന്താണെന്നല്ലേ, ഇന്ന് നമ്മുടെ പള്ളിയിൽ ഊട്ടുപെരുന്നാളാണ്. അപ്പോൾ ഊട്ടുപെരുന്നാളിന് എന്താ പറയാനുള്ളത്, ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അമല. അപ്പോൾ ഇന്ന് മെയ് 25 ഇന്നാണ് നമ്മുടെ പള്ളിയിൽ മാതാവിൻ്റെ ഊട്ടുപെരുന്നാൾ. സാധാരണ എല്ലാ പ്രാവശ്യവും മെയ് ലാസ്റ്റ് തന്നെയാണ് ആവാറ്. അപ്പോൾ കുർബാന 9:30 പ്രസിദ്ധീകരിച്ചല്ലേ, 9:30 പ്രസിദ്ധീകരിച്ചു. നമ്മൾ രണ്ടുപേരും പ്രസിദ്ധീകരികളാണ്. അപ്പോൾ അതാണ് ഇത്ര നേരത്തെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് പോകാറ്. ഓക്കെ, അപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കുർബാനയും പ്രദക്ഷിണമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഫുഡ്. ഓക്കെ, അപ്പോൾ ഇനി പള്ളി എത്തിയിട്ടാണോ? ഇതാണ് നമ്മുടെ പള്ളി. അടിപൊളിയിട്ടില്ലേ, അരങ്ങത്ത് വെച്ച് കടയ്ക്ക് വെച്ച്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഊട്ടുപെരുന്നാൾ ഇത്രയും ഡെക്കറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് കണ്ട് ഭയങ്കര ഇഷ്ടമായി. തുരുത്തിപ്പറമ്പ് പള്ളിയാണ്. അപ്പോൾ പള്ളി 9 ആവണുള്ളൂ, കയറാൻ പോകുന്നുള്ളൂ. പെരുന്നാൾ ദിവസം നല്ല മഴ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയകത്ത് വെച്ച് തന്നെയാണ് പ്രദക്ഷിണം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളിതേ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഊട്ടുനേർച്ച കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെയാണ്. ഇത് കിരി ക്രിസ്ത്യൻ്റെ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഇപ്പം മഴ ഒന്നും ഒതുങ്ങിയിട്ടല്ലേ, പള്ളിയിൽ കുർബാന പ്രദക്ഷിണ സമയത്ത് മഴ ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, പള്ളിയിൽ തന്നെയായിരുന്നു പ്രദക്ഷിണം. കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ, വരല്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ലേ? അല്ല, ബ്ലോഗ് വരും. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ദേ നമ്മൾ അവിടെ ഇരുന്നു. ഇല വന്ന് കാറ്റത്ത് പറന്നപ്പോഴേക്കും ദേ ഒരു ഗ്ലാസ് കൊണ്ട് അതിൻ്റെ മേലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോറ് വന്നു. ചോറിന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് വരും? സാമ്പാർ വന്നു. പിന്നെ അതിനുശേഷം ഓരോ കറികളായിട്ട് പതുക്കെ വന്നു തുടങ്ങി. ഇഞ്ചമ്പുളി വന്നു. പിന്നെ അതിനുശേഷം എന്തായിരുന്നു, വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അച്ചാറുണ്ടായിരുന്നു, അച്ചാർ വിളമ്പി. പിന്നെ പപ്പടം വലിയ ബക്കറ്റിൽ വന്ന് എല്ലാവർക്കും തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകറി കിട്ടി. അവിയൽ തന്നിട്ടായിരുന്നു കൂട്ടുകറി തന്നത്. ഓക്കെ, അവിയൽ തന്നു. അവിയൽ ഒരുപാട് ഇട്ട് തരുന്നുണ്ടായിരുന്നു. അവിയൽ തന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രസം ഉണ്ടായിരുന്നു. എനിക്ക് മുന്നേ രസത്തിൻ്റെ വലിയ ഫാനായിരുന്നില്ല ഞാൻ. ഇപ്പോൾ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രസം തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിയലിട്ടു. പിന്നെ അതിന് ശേഷം കൂട്ടുകറി തന്നു. ഹലോ, ഒരു ഹായ് പറഞ്ഞോ. നമ്മളതേ ഊട്ടുനേർച്ച കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. സദ്യ അല്ലേ, നല്ലതായിരുന്നില്ലേ? അടിപൊളിയായിരുന്നില്ലേ? ഞാൻ എൻ്റെ ഇല ക്ലീനാക്കി ജസ്റ്റ് മാത്രം ബാക്കിയിടും. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പുറത്തറി പായസവും പപ്പടവും പഴമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാം. എൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന് നേർച്ച ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് പായസം കുടിച്ച്. പായസം എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നു. പിന്നെ ഇനി നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഊട്ടുപെരുന്നാൾ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് ഇടവക ദിനമുണ്ട്, കലാസന്ധ്യ. വൈകിട്ട് 5:45 അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പോകുന്ന വഴിക്ക് നമ്മുടെ മുമ്പത്തെ വികാരി അച്ഛൻ വിനീഷ് അച്ഛനെ കണ്ട് സംസാരിച്ച് അച്ഛൻ്റെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.